ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ ആയപ്പോൾ തന്നെ കാലാവസ്ഥയ്ക്ക് എന്തൊരു മാറ്റമല്ലേ. മഞ്ഞും തണുപ്പും ഒക്കെ ആയി, മഴ കുറഞ്ഞു, അതുപോലെ പകലത്തെ ചൂടിൻ്റെ കാഠിന്യവും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ശീതകാല പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ശീതകാല പച്ചക്കറികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, കാരറ്റ് പോലെയുള്ളവ. ഇവയെല്ലാം തന്നെ നമുക്കൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്നവയാണ്. വിത്ത് പാകി മുളപ്പിച്ച് തൈകളാക്കി മാറ്റി നടാനുള്ള സമയമൊക്കെ നമുക്ക് കഴിഞ്ഞു. എവിടെയെങ്കിലും തൈകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിച്ച് നടാം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ് വളരെ കുറവായിരുന്നല്ലോ, അതുകൊണ്ട് ഞാനൊരു 2-3 തൈകൾ മാത്രമാണ് നട്ടത്. നമുക്ക് അവരെ ഒന്ന് കാണാം. ഇത് നമ്മളൊരു 2-3 കോളിഫ്ലവർ നട്ടിരുന്നതാണേ. അപ്പോൾ ഇതിനിതേ പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ കൂടെയാണ് നമുക്കിതേ കാണാം, കണ്ടോ. ഇല ഇങ്ങനെ ഇറുങ്ങി പിടിച്ചാണ് നിൽക്കുന്നത്. ഇതേ ചെറുതായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല, ഉണ്ടാകാറാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3 ചുവടാണ് കോളിഫ്ലവർ ഉള്ളത്. ഇതാണ് നമ്മുടെ കാബേജ്. അപ്പോൾ എന്നോടൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, കാബേജിന് എപ്പോഴാണ് നമ്മൾ ഇലകൾ കൂട്ടി കെട്ടി കൊടുക്കേണ്ടത് എന്ന്. ഇപ്പം നമ്മളിത് ഈ കാബേജിനകത്തോട്ട് നോക്കിയാൽ അറിയാം, ഇത് ഇലകൾ കണ്ടോ, അകത്തോട്ട് മടങ്ങി തുടങ്ങി കൂടാനുള്ള ഒരു പ്രവണതയാണ് അവർ കാണിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഈ ഇലകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ പറ്റുന്നത്ര ഇലകളെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം. അതിനെപ്പോഴും ഒരു തുണിയുടെ നൂലോ അല്ലെങ്കിൽ ചാക്കു നൂലോ, പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള നൂലുകൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇതൊരു ചാക്ക് ചരട് വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിലും കാബേജ് ഉണ്ടാകാറൊക്കെ ഉണ്ട്. പക്ഷേ കെട്ടിക്കൊടുക്കുവാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല, അവരവിടെ നിന്നങ്ങ് കൂടിച്ചേർന്ന് വന്നോളൂ. ശീതകാലമായതുകൊണ്ടാണ് നമ്മൾ ശീതകാല പച്ചക്കറികളിലേക്ക് ആദ്യം പോയത്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് മുളകിന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ആവശ്യം വരുന്ന ഒന്നാണ് പച്ചമുളക്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ രാസകീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന പച്ചക്കറികളിൽ ഒന്നും കൂടെയാണ് മുളക്. അപ്പം മുളകിൻ്റെ തൈകൾ നമുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് നട്ടു വളർത്താം. ഇത് എൻ്റെ ഒരു പച്ചമുളകിൻ്റെ ചെടിയാണേ. ഇപ്പം നമുക്കിത് നോക്കിയാൽ അറിയാം, കണ്ടോ, മുളക് ഉണ്ടാകുന്നുണ്ടോ. ഇതേപോലെ നമുക്ക് മുളക് ഉണ്ടാക്കി കിട്ടും. അപ്പം പല ആൾക്കാരും എനിക്ക് കമൻ്റ് ഇടാറുണ്ട്, എൻ്റെ പയറിൻ്റെ ചെടി വാടിപ്പോയി, അതുപോലെ മുളകിൻ്റെ ചെടി വാടിപ്പോയി, പൂക്കളുണ്ടായിരിക്കുന്ന സമയമായിരുന്നു എന്നൊക്കെ. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള മുളക്, വഴുതന, തക്കാളി, വെണ്ട പോലെയുള്ളവർക്കെല്ലാം, പയറിനും ഒക്കെ ആയാലും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും, അതായത് മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാട്ടരോഗത്തിനെ നല്ലൊരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ വാട്ടരോഗം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെടികളെ രക്ഷിക്കുന്നത് ഭയങ്കര പ്രയാസമാണ്. അന്നേരം നമുക്ക് സാഫൊക്കെ ഉപയോഗിച്ച് നോക്കാം, പക്ഷെങ്കിൽ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ എൻ്റെ മുളകിൻ്റെ തന്നെ ചെടിയാണ്. ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ അവർ കായ്ച്ചു തുടങ്ങും. അപ്പം നമ്മൾ നല്ലതുപോലെ കൃത്യമായ വളപ്രയോഗവും നടത്തണം, കീടനാശിനിയും നമ്മൾ ഉപയോഗിച്ച് കൊടുക്കണം. അപ്പം മുളക് നട്ടുപിടിപ്പിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുളക് നട്ടുപിടിപ്പിച്ചോണം. ഇത് മുളക് നല്ലോണം വളരുന്ന ഒരു സമയമാണ്. ഇതൊരിനം കാപ്സിക്കത്തിൻ്റെ വിത്തുകളാണേ. അപ്പം നമുക്കിതൊന്ന് നട്ടുവയ്ക്കാം. ഇപ്പം ഈ ടൈപ്പ്, ഇതൊരു ഓറഞ്ച് കളറിൽ വരുന്നതാണ്. ഈ ഇനത്തിൽപ്പെട്ട കാപ്സിക്ക ഇവിടെ ഇല്ല. അപ്പോൾ അത് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇതേപോലെ നല്ല ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുമ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. എല്ലാ കമ്പനികളും, തീരെ കമ്പനികളൊന്നും തന്നെ മോശമായിരിക്കുമല്ല. അപ്പം നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. വിത്തുകൾ പഴക്കം ചെന്നാൽ അവർ മുളയ്ക്കാതിരിക്കും. ഇപ്പം ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഞാൻ വെറുതെ ഒരു പിടി വാരി വെച്ചിരിക്കുവാണേ. നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് കുറച്ച് വിത്തുകളെ എടുത്തിട്ട് ഇതേപോലെ, കുറച്ച് വിത്തുകളെ ഒരു പാക്കറ്റിനകത്ത് കാണുള്ളൂ കേട്ടോ. ഇത് 55 രൂപ വിലയായിട്ടുള്ള ഒരു സീഡാണ്. ബയോകർവ് എന്നാണ് ഈ പാക്കറ്റിൽ കിടക്കുന്ന ബയോകർവ് സീഡ്സ് എന്നാണേ. അപ്പം ഞാൻ ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകിൽ നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് തന്നെ ഇടാം, അല്ലെങ്കിൽ ഇത് ചകിരിച്ചോറാണേ. എപ്പോഴും ഞാൻ ചകിരിച്ചോറിനകത്ത് തന്നെയാണ് വിത്തുകൾ മുളപ്പിക്കാറ്. അപ്പോൾ ഇതേപോലെ ഒരു പിടി ചകിരിച്ചോറ്, അത് ആ വിത്തുകൾക്ക് തണുപ്പ് കിട്ടാനും ഒന്ന് മൂടിക്കിടക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ചകിരിച്ചോറിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പം അതങ്ങ് പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോവും. തീരെ കനം കുറവാണല്ലോ അവർക്ക്. അപ്പം ഇതുപോലെ വെള്ളം തളിച്ചിട്ട് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ അവിടെ ഇരുന്ന് ഇത് മുളച്ചോളും. മുളച്ച് കഴിയുമ്പം വലുതായി വരുമ്പം നമുക്ക് പാകത്തിന് വലിപ്പമാകുമ്പം പറിച്ച് മാറ്റി നട്ട് കൊടുത്താൽ മതി.
തക്കാളി നല്ലതുപോലെ വളരുകയും വിളവ് തരികയും ചെയ്യുന്നൊരു സമയമാണ്. തക്കാളിയുടെ ചെടി കുറവുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ള തക്കാളിയുടെ വിളവ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ തക്കാളി നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇനി തക്കാളി നട്ടുപിടിപ്പിക്കാൻ ഒട്ടും താമസിപ്പിക്കേണ്ട. ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തക്കാളിക്ക് ചെയ്തു കൊടുത്തിരുന്നൊരു ട്രിക്കാണേ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൃഷി കൂട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ മിക്കവാറും പേരൊക്കെ തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ട്, ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തു നോക്കിയിട്ടുണ്ട്. അവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ചെയ്തു നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ. അപ്പം ഞാൻ ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടിക്കുണ്ടായിരിക്കുന്ന വളർച്ചയുടെ മാറ്റം കണ്ടോ. വളർച്ചയും കൂടിയിട്ടുണ്ട്, അതുപോലെ നിറയെ പൂവിടുന്നുണ്ട്, എല്ലാ കമ്പുകളിലും പൂക്കളുണ്ട്, അതുപോലെ കൊല കൊലയായിട്ട് തന്നെ കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം കൊല കൊലയായിട്ടാണ്. മിക്കവാറും ഉള്ള എല്ലാ തണ്ടുകളിലും കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ചെയ്യാൻ മറന്നു പോകണ്ട, ഇതൊന്ന് ചെയ്തു കൊടുക്കണം. ഒരു കാശ് ചെലവുള്ള കാര്യമല്ല, നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്തു കൊടുക്കാം. ഇതാണ് നമ്മുടെ വെണ്ട. നമ്മളിത് പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ പൊക്കം വെച്ച് പോയപ്പോൾ നമ്മൾ വെട്ടി, ആ വെട്ടിയിട്ട് വീണ്ടും ശിഖരം വന്നവരെ വീണ്ടും വെട്ടി, അങ്ങനെ വരുന്ന ശിഖരങ്ങളിലെല്ലാം നിറയെ കായ്കളുണ്ടാകും. ഒന്നിരാടൻ ദിവസങ്ങളിൽ ഞാനിത് വിളവെടുക്കുക ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ വിളവെടുക്കാനായിട്ട് നിന്നാൽ വെണ്ടയ്ക്ക് എപ്പോഴും മൂത്ത് എനിക്ക് നഷ്ടമായിട്ട് പോകും. അപ്പം ഞാനത് ഇങ്ങനെ മുറിച്ചെടുക്കും. ഇതുപോലെ ഒരു 2-3 ചുവട് വെണ്ട മതി, നമ്മുടെ ആവശ്യത്തിന് വെണ്ടയ്ക്ക് കിട്ടും. പിന്നെ ഒരു 2 വെണ്ടച്ചെടി എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ എനിക്കിതിന് മുൻപ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെണ്ട ഇലകളുടെ അടിയിൽ ഇതുപോലെ കുത്തുകുത്തു പോലത്തെ പാട്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 1-2 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുത്തുകുത്തുകളും പാടുകളും ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇലകൾ പഴകുമ്പം, അതായത് ഇലകൾ മൂക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ വന്നിട്ട് തന്നെയാണ് ബ്രൗൺ നിറത്തിലായിട്ട് കൊഴിഞ്ഞു പോകുന്നത്. എല്ലാ ഇളത്ത ഇലകളിൽ പോലും ഇതേപോലത്തെ കുത്തുകുത്തുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ സ്യൂഡോമോണാസ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പരിധി വരെ ആ രോഗങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. വെണ്ട നട്ടുപിടിപ്പിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെണ്ട നട്ടുപിടിപ്പിക്കാൻ മറന്നു പോകണ്ട. നമുക്കൊരു 2-3 ചുവട് വെണ്ടയുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് ഒന്നിരാടൻ ദിവസങ്ങളിൽ വിളവെടുക്കാനായിട്ട് പറ്റും. മഴയൊക്കെ മാറിയ സമയമാണേ. അപ്പോൾ ചീര നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ചീര നട്ടുപിടിപ്പിക്കാനുള്ളവരൊക്കെ ചെയ്തോണം. നമുക്കത് വിത്ത് പാകി മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ തൈകൾ മാറ്റി നട്ടിട്ടോ നമുക്ക് ചീരകളെ വളർത്തിയെടുക്കാം. ഇത് കണ്ടോ, ഇത് നമുക്കിവിടെ നിൽക്കുന്ന ഒരു പഴയ ചുവട് ചീരയാണ്. എപ്പോഴും നമ്മൾ ചീര മുറിച്ചെടുക്കുമ്പം 1-2 ചുവട് ചീര നമ്മൾ നിർത്തിക്കോണം, നമുക്ക് വിളവെടുക്കാൻ നല്ല ഇനം ചീരകളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ട് കാണിക്കാവേ. ഇത് ഞാൻ കുറച്ച് അങ്ങോട്ട് മുറിച്ചെടുക്കുവാണേ. എന്നിട്ട് നമുക്കിനി ഇവിടെ വൃത്തിയാക്കിയിട്ട് വേണം പുതിയ ചീരകളെ ഇതിനകത്തോട്ട് നട്ടുപിടിപ്പിക്കാൻ. ഇല്ല മുറിക്കുകയോ മുറിക്കാതിരിക്കുകയോ ചെയ്യാം, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. ഇങ്ങനെ വെച്ച് ഇത് ഞാൻ മഞ്ഞപ്പൊടി നേരത്തെ തന്നെ ഈ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയല്ല, മഞ്ഞളിൻ്റെ പൊടി തന്നെയാണ്. അപ്പം ഇതുപോലെ ഞാൻ മുറിച്ച് ഇങ്ങനെ വെക്കുവാണ്. ഉറുമ്പൊന്നും കൊണ്ടുപോകത്തില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യത്തിനുള്ള ചീരയുടെ വിത്ത് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുമായിട്ട് തന്നെ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും തടത്തിലേക്ക് പാകി വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചീരത്തൈ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു കുറച്ച് സമയത്തേക്കിന് വെയിലത്തിരിക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് വാടി ഇതിനകത്തുനിന്ന് വിത്തുകൾ ഊർന്നിറങ്ങി വരും. ഞാനിവിടെ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ നമ്മളിപ്പോൾ 1 ചുവട് ചീര നമ്മൾ വളർത്തിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെയുള്ള ഗ്രോ ബാഗുകളിലൊക്കെ ചീരത്തൈകൾ കിളിർത്ത് വരും. അങ്ങനെ വന്ന തൈകളെ ഓരോന്നായിട്ട് പല പ്രാവശ്യം കൊണ്ട് ഞാൻ നട്ട് ചുവട് പിടിപ്പിച്ചിരിക്കുന്നതാണ്. പല ഇനം. ഇപ്പം ഇതൊരു മയിൽപ്പീലി ചീരയാണ്. ഇത് കണ്ടോ, ഇത് വേറൊരിനം മയിൽപ്പീലി ചീരയാണ് ആയി വരുന്നത്. പിന്നെ ചില ചുമന്ന ചീരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാവേ. ഇത് നമ്മൾ ഒരു ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്, മയിൽപ്പീലി ചീരയുടെ വിത്തുകൾ പാകുന്നത്. ഇത് പാലക്ക് ചീരയാണേ. അപ്പം ഞാൻ ഇതുപോലെ ഹാങ്ങിങ് പാത്രത്തിനകത്ത് ഒരു തവണ വെച്ച് നോക്കിയതാണേ. ഇതൊരു പുതിയ പരീക്ഷണമാണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉള്ളി നട്ടുപിടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാവേ. ഇത് നമ്മൾ വളർത്തിയിരിക്കുന്ന ഉള്ളിയാണേ. അപ്പോൾ ഇനി ഉള്ളി ഇതിൻ്റെ ചോട്ടിലുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഉള്ളിത്തണ്ട് നല്ലോണം വളരുന്നുണ്ട്. നമുക്ക് ഉള്ളിത്തണ്ടെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഉള്ളി ഉണ്ടാകുവാണെങ്കിൽ ഞാൻ ആ സമയത്ത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്കും കൂടെ ചെയ്തു നോക്കാം. ഇത് കണ്ടോ, ഇതൊരു പാത്രത്തിലല്ല, ഇത് എല്ലാ പാത്രത്തിലും തന്നെ നല്ലോണം കിളുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു 5-6 പാത്രങ്ങളിൽ ഉള്ളിയുടെ തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ചൈനീസ് കാബേജിൻ്റെ തൈയാണേ. ആ മഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ വളർച്ചയ്ക്കും വ്യത്യാസം വന്നു. ഇതിങ്ങനെ കൂടി ചേർന്നിട്ട് നല്ല പൊക്കത്തിലുള്ള കാബേജായിട്ട് മാറും.
എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്നതും മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായൊരു പച്ചക്കറിയാണ് പയർ. അത് നമുക്ക് വിത്തുകൾ പാകി മുളപ്പിക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഈ പാത്രത്തിനകത്തൊരു 2-3 ചുവട് പയർ വന്നിട്ടുണ്ട്. അതിൻ്റെ മുട്ടൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയർ വളർത്തുമ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ ഉണ്ടല്ലോ കൃത്യമായി എല്ലാ ആഴ്ചകളിലും ഇതുപോലെ പാത്രങ്ങൾക്കകത്തും ഗ്രോ ബാഗുകൾക്കകത്തും ഒക്കെ വളർത്തുമ്പം എല്ലാ ആഴ്ചയിലും വളം കൊടുക്കണം. അതുപോലെ ഏതെങ്കിലും ജൈവ കീടനാശിനി ബിവേറിയ പോലെയുള്ളവ, അല്ലെങ്കിൽ ഓമക്കായുടെ ഇല ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള നീര്, അല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ്, അങ്ങനെ എന്തെങ്കിലും ഓരോന്ന് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അല്ലെങ്കിൽ അവരെല്ലാം മുഞ്ഞ പിടിച്ചിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അതുപോലൊരു പയറിൻ്റെ ചെടിയാണ്. ഇത് കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കായ്കളൊക്കെ ദാണ്ട് ആ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് വലിപ്പം വെച്ചിട്ടില്ല. പയർ നട്ടു വളർത്താത്തവരൊക്കെ ഈ സമയം വളരെ അനുയോജ്യമായ സമയമാണ്. പയർ വിത്തുകൾ പാകി മുളപ്പിച്ച് നട്ടുപിടിപ്പിച്ച് തുടങ്ങണം. അതുപോലെ പടർന്നു വളരുന്ന പടവലം ഇതുണ്ട്. ഇവിടെ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പടവലം, വെള്ളരി, പാവല്, അതുപോലെ മത്ത. ഇത് നമ്മൾ അന്ന് പോളിനേഷൻ നടത്തി കൊടുത്ത മത്തയായത് ഞാൻ കാണിച്ചതാണ്. മറ്റ് ജീവികളുടെയും കീടങ്ങളുടെയും ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ കൂടിനകത്ത് കെട്ടിയിട്ടതാണ്. കണ്ടോ, ഫ്രഷായിട്ട് കാർന്ന് തിന്നിരിക്കുവാണേ. ഇതിനകത്തോട്ട് മൊത്തം നോക്കിക്കേ, കണ്ടോ, കൊത്തിപ്പറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഒന്നുകിൽ കിളികളായിരിക്കും അല്ലെങ്കിൽ എലിയായിരിക്കും ഈ കൊള്ള നടത്തിയത്. നമുക്ക് ഇതങ്ങ് പറിച്ചെടുത്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇട്ടിരുന്ന ഇന്ന് രാത്രി അന്വേഷണക്കാർ വീണ്ടും വരും. കണ്ടോ, ദേ ഇവിടെയും കറണ്ടിട്ടുണ്ട്. എല്ലാ മാസവും ആ മാസത്തിന് അനുകൂലമായ എന്തെങ്കിലും പച്ചക്കറി ചെടികൾ നട്ടു വളർത്താൻ ശ്രമിക്കണം. എന്നാലേ നമ്മളുടെ തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ കാണാനും വിളവെടുക്കാനും ഒക്കെ കാണത്തുള്ളൂ. എൻ്റെ കൂടെ കൂടിക്കോ, അതങ്ങ് ക്രമമായിട്ട് നടന്നു പോയിക്കോളും. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.